നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. പല രീതിയിലുള്ള പ്രാർത്ഥനകൾ നമുക്കറിയാം. പ്രാർത്ഥിക്കുന്നവരെ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് താനും. അപ്പോൾ നമ്മളെല്ലാം ഒത്തിരി പ്രാർത്ഥിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ദൈവവുമായിട്ടുള്ള ഒരു സംസാരമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ആൾക്കാരോടാണ് അല്ലേ? നമ്മുടെ ഏറ്റവും കൂട്ടുകാരോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ജീവിത പങ്കാളിയോ മക്കളോടെ കൂടുതൽ സംസാരിക്കുന്നതനുസരിച്ച് അവരോടുള്ള ഇഷ്ടവും സ്നേഹമെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള സംസാരമാണ്. അപ്പോൾ എത്ര സമയം പ്രാർത്ഥിക്കുന്നോ അത്രമാത്രം ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്ക് പല രീതിയിലുള്ള പ്രാർത്ഥന രീതികളറിയാം. നമ്മൾ പല രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ പ്രാർത്ഥനകളും നല്ലതാണ്. ചിലരിങ്ങനെ പറയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ പിന്നെ വിശ്വാസത്തിൽ അത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം, ഫോർത്ത് ഡൈമെൻഷൻ പ്രയർ നടത്തണം. അതൊക്കെ പല പ്രാർത്ഥനയെക്കുറിച്ച് പല രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പോൾ എല്ലാ പ്രാർത്ഥനകളും ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാണ്. പക്ഷേ ചില പ്രാർത്ഥനകൾ കർത്താവിന് കൂടുതൽ പ്രീതികരമാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ഒത്തിരി കാലം പ്രാർത്ഥിച്ചു, ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടില്ല. അപ്പം പ്രാർത്ഥിച്ചത് വേസ്റ്റായി പോയല്ലോ, ഇതൊരു നഷ്ടമായി പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആഗ്രഹിച്ച രീതിയിൽ അതിൻ്റെ റിസൾട്ട് വന്നില്ല. അപ്പോൾ ഞാനും എൻ്റെ മക്കളൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, കർത്താവേ, എന്താണ് ഇതിനെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? ഇത്രയും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ അത് പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങൾക്ക് വിഷമാവുമല്ലോ, അവിടെ വിശ്വാസം കുറയുമല്ലോ. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു തന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. ഈശോ പറഞ്ഞു, നീ ഒരു ഉദാഹരണത്തിന് നീ ഒരു കാറ് മേടിക്കാൻ അല്ലെങ്കിൽ ഒരു വീട് പണിയാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി പൈസ സമ്പാദിച്ചു. എന്നിട്ട് ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ കാറ് മേടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വീട് പണിയാൻ പറ്റുന്നില്ല. അപ്പോൾ നീ പറയുമോ പൈസ ഉണ്ടാക്കിയത് വെറുതെ ആയിപ്പോയല്ലോ, ഇത് നഷ്ടമായി പോയല്ലോ എന്ന് പറയുമോ? കാരണം പൈസ ഒരിക്കലും നഷ്ടമല്ല. പൈസ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. ഒരുപക്ഷെ നാളെ ഇതിനേക്കാൾ നല്ല വീട് പണിയാനോ അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല കാറ് മേടിക്കാനോ പറ്റും. നീ ഉണ്ടാക്കിയ പൈസ നിനക്കൊരിക്കലും നഷ്ടമായിട്ട് മാറില്ല. അത് എന്നുമുണ്ടത്, അത് നിനക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഈശോ പറയുന്നത് ഇതുപോലെ പ്രാർത്ഥിച്ചത് കർത്താവിന് മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു നഷ്ടമായിട്ട് മാറില്ല. ഈ പ്രാർത്ഥനയിലൂടെ നീ ചോദിച്ചതിനേക്കാൾ നല്ലത് നാളെ നൽകാൻ ഈശോയ്ക്ക് പറ്റും. അതുകൊണ്ട് പ്രാർത്ഥന അങ്ങനെ കാണണം. ഒത്തിരി കാലം പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടിയില്ല എന്ന് വിചാരിച്ച് പ്രാർത്ഥന നഷ്ടമായി പോയല്ലോ, അല്ലെങ്കിൽ പ്രാർത്ഥനയോട് കാര്യമില്ലാതായി പോയല്ലോ, ഇതൊരു പരാജയമായി പോയല്ലോ എന്ന് ചിന്തിക്കരുത്. കാരണം ഈ സമ്പത്ത്, പ്രാർത്ഥനയാകുന്ന ഈ സമ്പത്ത് നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. നീ അത് അവിടുത്തെ കരങ്ങളിൽ കൊടുത്തതാണ്. അത് നമുക്കോ നമ്മുടെ കുടുംബത്തിനോ മക്കൾക്കൊക്കെ അനുഗ്രഹമായി ദൈവം തിരിച്ചു തരുന്ന സമയത്തിന് തികവിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നീ പ്രാർത്ഥിച്ച് മടുത്തു പോയിട്ടുണ്ടെങ്കിൽ, ഇനി പ്രാർത്ഥിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, കർത്താവ് പറയുകയാണ്, നിൻ്റെ പ്രാർത്ഥനകൾ നിൻ്റെ മുമ്പിലുണ്ട്. ഞാനതിനെ കേട്ടിരിക്കുന്നു, ഞാൻ കണ്ടിരിക്കുന്നു. സമയത്തിന് തികവിൽ നീ ആഗ്രഹിച്ചതിനേക്കാൾ നല്ല റിസൾട്ട് നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ചില പ്രാർത്ഥനാ രീതികളുണ്ട്. ഞാൻ അതേക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈശോ എന്നെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനാ രീതി നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കട്ടെ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇടവക പള്ളിയിൽ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും മക്കളും കൂടെ ഈ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോവുകയാണ്. ദേവാലയത്തിന് സമീപം എത്തിയപ്പോൾ അവിടെ കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വാഹനം നിർത്തി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മൂത്ത കുട്ടി, അവനന്ന് പഠിക്കുന്നത് 10ാം ക്ലാസ്സിലാണ്, കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവനോട് പറഞ്ഞു, പപ്പ, പെരുന്നാളാണല്ലോ, എനിക്കുള്ള എൻ്റെ ഓഹരി തന്നേക്ക്. എന്ന് ചോദിച്ചു, എന്താ പറഞ്ഞു, ഓഹരിയോ? അതെ, പെരുന്നാൾ കൂടാനുള്ള എനിക്ക് തരാനുള്ള ഓഹരി തന്നേക്ക്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, നിനക്ക് എത്ര രൂപ വേണം? അവനൊരു എമൗണ്ട് പറഞ്ഞു. ഇവൻ്റെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊരു ഓഹരി തന്നേക്കെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, ഇവൻ ചോദിച്ച പൈസയേക്കാൾ കുറച്ച് കുറഞ്ഞൊരു പൈസ അവന് കൊടുത്തു. രണ്ടാമനോട് ചോദിച്ചു, നിനക്കെന്താ വേണ്ടത്? രണ്ടാമൻ പറഞ്ഞു, പപ്പായ്ക്ക് അറിയാമല്ലോ, അതുകൊണ്ട് പപ്പായ്ക്ക് ഇഷ്ടമുള്ളത് തന്നേക്ക്. അവനും ഞാനൊരു എമൗണ്ട് കൊടുത്തു. രണ്ടാമൻ പഠിക്കുന്നത് അന്ന് 7ാം ക്ലാസ്സിലാണ്. മൂന്നാമത്തെ കുട്ടിയോട് ചോദിച്ചു, അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുക, അവനോട് ചോദിച്ചു, മോനെന്താ വേണ്ടത്? അപ്പോൾ ഇളയ കുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു, പപ്പ, എനിക്കൊന്നും വേണ്ട. ഞാൻ ചോദിച്ചു, അതെന്താ നിനക്ക് മോനൊന്നും വേണ്ടാത്തത്? മോനെന്ത് വേണ്ടാത്തത് എന്താണ്? അവൻ പറഞ്ഞു, പപ്പ, എനിക്കൊന്നും വേണ്ട. അത് കഴിഞ്ഞ് അവൻ പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അവൻ പറഞ്ഞ വാക്ക് ഇതാണ്, എനിക്കൊന്നും വേണ്ട, പപ്പ എൻ്റെ കൂടെ ഉണ്ടല്ലോ. പപ്പ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ പൈസ? ഇത് പറഞ്ഞ് ഞങ്ങൾ ദേവാലയത്തിലേക്ക് പോയി. കുർബാന മധ്യേ ഈശോ എന്നോട് സംസാരിച്ചു. ഞാൻ കുർബാന സ്വീകരണം കഴിഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്നോട് ചോദിച്ചു, മൂത്ത കുട്ടി നിന്നോട് ഓഹരി ചോദിച്ചപ്പോൾ നിനക്ക് ചെറിയ അസ്വസ്ഥയായില്ലേ? ഈ ചെറിയ അസ്വസ്ഥയായി.
എന്നാൽ ഇളയ കുട്ടി എന്നാ പറഞ്ഞത്? പപ്പ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം നിനക്ക് എന്ത് തോന്നി? ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഈശോനോട് പറഞ്ഞു, ഇങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ എനിക്കും തോന്നുന്നത്. എന്നോട് ഈശോ ചോദിച്ചു, ഇളയ കുട്ടിക്ക് നീ എന്താ കൊടുക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, എന്തെല്ലാം കൊടുക്കും ഞാനിന്ന്, എന്തെല്ലാം കൊടുക്കും. ഞാൻ ദേവാലയത്തിന് പുറത്തിറങ്ങി ഇളയ കുട്ടിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. കാരണം കൈ വിട്ടു പോകാൻ പാടില്ല. അവൻ്റെ പൈസയില്ല, അവൻ എന്തെങ്കിലും ആവശ്യമെന്ന് ഒന്നും മേടിക്കാനില്ല. അവൻ്റെ കൈ ഞാൻ മുറുകെ പിടിച്ചു. അവനെ കൊണ്ട് ഞാൻ അതിലെല്ലാം പോയി. മോനെല്ലാം വേണോ? കൊച്ചു പറഞ്ഞു, പപ്പ എനിക്കൊരു ബോൾ വേണം. ഞാൻ പറഞ്ഞു, ഒരു ബോളാക്കണ്ട, 2 ബോൾ മേടിച്ചോ, ചുമ്മാ തട്ടിക്കളിക്കാമല്ലോ. അവൻ എന്ത് ചോദിച്ചോ അതിനേക്കാളെല്ലാം ഞാൻ അവനെ മേടിച്ചു കൊടുത്തു. അവൻ ഐസ്ക്രീം വേണം. അവൻ സെലക്ട് ചെയ്തത് ഒരു മോശം വില കുറഞ്ഞ ഐസ്ക്രീമാണ്. ഞാൻ അവന് ഏറ്റവും വില കൂടിയ ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ കാറ് നിറച്ചും സമ്മാനങ്ങളുമായി ഇളയ കുഞ്ഞ് വളരെ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് മടങ്ങി. കാരണം എന്താണ്? അവൻ പറഞ്ഞു, പപ്പ എൻ്റെ കൂടെ ഉണ്ടല്ലോ, പപ്പ കൂടെ ഉണ്ടെങ്കിൽ അത് മതി. ആ വാക്കിൽ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. പ്രിയമുള്ളവരെ, ഈശോ സന്തോഷിക്കുന്നൊരു വാക്കാണിത്. എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. എന്ന് ചിന്തിച്ച് നോക്കിയേ, എൻ്റെ കുഞ്ഞിന് ആവശ്യമുള്ളത് ഒരു 10, 100 അല്ലെങ്കിൽ 200, 300 രൂപയുടെ ആവശ്യങ്ങൾ മാത്രമേ അവനുള്ളൂ. പക്ഷേ അവൻ്റെ അപ്പനായ പിതാവായ എൻ്റെ പോക്കറ്റിൽ എന്തുമാത്രം അവൻ്റെ ആവശ്യത്തേക്കാൾ എന്തുമാത്രം സമ്പത്തുണ്ട്. ഇതേപോലെയാണ് പ്രിയമുള്ളവരെ കർത്താവ്. നമ്മുടെ ആവശ്യങ്ങൾ വളരെ പരിമിതങ്ങളാണ്, വളരെ ചെറുതാണ്. പക്ഷേ നിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം, നിൻ്റെ ദൈവത്തിൻ്റെ സമ്പന്നത, നിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം, നിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്തുമാത്രം ഉന്നതമാണ്. അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായാൽ മതി, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അനുഗ്രഹത്തിന് വേണ്ടിയല്ല, അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കുന്നവനെ സ്വന്തമാക്കണം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുകയാണ്. ഗനേസർ തടാകത്തിൽ ശിഷ്യന്മാർ മീൻ പിടിക്കുമ്പോൾ അവർക്കൊന്നും കിട്ടുന്നില്ല. പത്രോസിൻ്റെ വഞ്ചിയിലിരുന്ന് ഈശോ സുവിശേഷം പ്രസംഗിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ പത്രോസിനോട് പറയുന്നു, അങ്ങോട്ട് ഇറക്കി വലയെറിയാൻ പറയുന്നു. ഈശോ പറഞ്ഞതനുസരിച്ച് അവൻ വലയിറക്കിയപ്പോൾ മത്സ്യസമ്പത്ത് മൂലം വല കീറത്തക്ക രീതിയിൽ മത്സ്യം കിട്ടിയെന്ന് പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, അവൻ അതെല്ലാം ഒഴിവാക്കി. ആ മീനിൻ്റെ പെരുപ്പത്തെക്കുറിച്ച് അത്ഭുതപ്പെടാതെ, അതിന് പിന്നാലെ പോകാതെ ആ മത്സ്യവും പഞ്ചിയും എല്ലാം ഒഴിവാക്കി. അവനെന്ത് ചെയ്തു? അത്ഭുത പ്രവർത്തകനെ സ്വന്തമാക്കി. അവൻ അത്ഭുതത്തെ സ്വന്തമാക്കിയില്ല, അത്ഭുത പ്രവർത്തകനെ സ്വന്തമാക്കി, യേശുക്രിസ്തുവിനെ സ്വന്തമാക്കി. പ്രിയമുള്ളവരെ, അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അത്ഭുതങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, അത്ഭുതം പ്രവർത്തിക്കുന്ന, അത്ഭുതം തരുന്ന കർത്താവിനെ സ്വന്തമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 44-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്, സ്വർഗരാജ്യം എന്നാൽ അത് വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. സ്വർഗരാജ്യം എന്നാൽ നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. വിലയേറിയ രത്നം കണ്ടെത്തുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് അവൻ ആ രത്നം സ്വന്തമാക്കുന്നു. നിധി ഒളിഞ്ഞിരിക്കുന്ന വയൽ കണ്ടെത്തുന്നവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് അവൻ ആ വയൽ സ്വന്തമാക്കുന്നു. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ അത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിയാണ്. യേശുക്രിസ്തു എന്നാൽ അമൂല്യമായ രത്നമാണ്. ആരുടെ കയ്യിൽ അമൂല്യമായ രത്നമുണ്ടോ അവനാണ് സമ്പന്നൻ, അവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. കർത്താവായ യേശു എന്നാൽ അമൂല്യമായ രത്നമാണ്, വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിയാണ്. അതിനാൽ ആ നിധി കണ്ടെത്തുന്നവൻ, ആ രത്നം കണ്ടെത്തുന്നവനാണ് അനുഗ്രഹിതനായി മാറുന്നത്. നമ്മൾ അധ്വാനിക്കേണ്ടതും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ആ നിധിയെ സ്വന്തമാക്കാൻ വേണ്ടിയാണ്. കർത്താവായ യേശു എന്ന നിധി, കർത്താവായ യേശു എന്ന അമൂല്യമായ രത്നം സ്വന്തമാക്കണം. അതിന് പറയുക, ബാക്കിയെല്ലാം വിറ്റവൻ വിലപ്പെട്ടതും വിലകെട്ടതും ഒരുമിച്ച് സ്വന്തമാക്കുക സാധ്യമല്ല. വിലപ്പെട്ടത് സ്വന്തമാക്കണമെങ്കിൽ ചില വിലകെട്ടതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ വിലകെട്ടതെല്ലാം ഒഴിവാക്കി വിലപ്പെട്ടത് സ്വന്തമാക്കുമ്പോൾ ഞാനും നിങ്ങളും വിലപ്പെട്ടവനായി മാറും. വിലപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് യേശുവാണ്. അവരോട് പ്രാർത്ഥിക്കണം, നീ കർത്താവേ എനിക്ക് അങ്ങ് എൻ്റെ പിതാവാണല്ലോ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായാൽ മതി, എൻ്റെ ജീവിതത്തിൽ അങ്ങുണ്ടായാൽ മതി, എൻ്റെ ഭവനത്തിൽ അങ്ങുണ്ടായാൽ മതി. ലാസറിൻ്റെ ഭവനത്തിൽ ലാസറിനെ കാണാൻ ഈശോ ചെല്ലുമ്പോൾ ലാസറിൻ്റെ സഹോദരിമാർ മറുത്ത് പറഞ്ഞു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ലാസർ മരിക്കുകയില്ലായിരുന്നു. അത് സത്യമാണ് താനും, അത് അല്ലേ? അവനവിടെ ഇല്ലായിരുന്നു. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ കർത്താവായ യേശു എന്ന ഈ നിധി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനാ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. എന്നും പ്രാർത്ഥിക്കുന്നത് കർത്താവെ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ എന്ന് മാത്രമല്ല, അതും പ്രാർത്ഥിക്കാം. എന്നാൽ വീണ്ടും പ്രാർത്ഥിക്കണം, കർത്താവെ എനിക്ക് അങ്ങയെ മതി, എനിക്ക് അങ്ങയെ സ്വന്തമാക്കണം, അങ്ങയുടേതായിട്ട് മാറണം, നിൻ്റെ സ്വന്തമായിട്ട് മാറണം. അങ്ങനെ യേശു എന്ന ദൈവം, യേശു എന്ന സമ്പത്ത്, യേശു എന്ന അത്ഭുത പ്രവർത്തകൻ സ്വന്തമായി മാറുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ നിരന്തരം അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അതാണ് പത്രോസിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നീട് പത്രോസിൻ്റെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായിരുന്നു. പിന്നീട് പത്രോസിൻ്റെ ജീവിതം അടയാളങ്ങളുടെ ജീവിതമായിരുന്നു. അവൻ്റെ നിഴലടിക്കുമ്പോൾ രോഗസൗഖ്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. പത്രോസ് എന്താ ചെയ്തത്? അത്ഭുതം ചെയ്യുന്ന കർത്താവിനെ സ്വന്തമാക്കി മാറ്റി. അതിനാൽ പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത് അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയല്ല, അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ അത്ഭുത പ്രവർത്തകനായ അനുഗ്രഹമായ കർത്താവായ യേശു നമ്മുടെ സ്വന്തമാകാൻ വേണ്ടി നമ്മൾ ഒരുങ്ങണം, പ്രാർത്ഥിക്കണം, ദൈവബലിയിൽ പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം, ഈശോയുടേതായിട്ട് മാറണം, ഈശോയുടെ സ്വന്തമായിട്ട് മാറണം. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, യേശു എന്നാൽ അത് അമൂല്യമായ രത്നമാണ്. യേശു എന്നാൽ അത് അമൂല്യമായ നിധിയാണ്. അത് ആര് കൈവശം വെക്കുന്നോ അവനാണ് സമ്പന്നൻ, അവനാണ് ധനവാൻ, അവനാണ് അനുഗ്രഹിക്കപ്പെട്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് യേശു എന്ന നമ്മുടെ കർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം. യേശു എന്ന നമ്മുടെ ദൈവത്തെ നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്വന്തമാക്കാം. ഒരിക്കലും കഥ വായിച്ച് ഓർമ്മ വരുന്നു. ഒരു അപ്പൻ തൻ്റെ കുടുംബ സ്വത്ത് മക്കളുമായി പങ്കുവയ്ക്കുകയാണ്. മൂത്ത മോനെ വിളിച്ചു. മൂത്ത മോനോട് അപ്പൻ ചോദിച്ചു, നിനക്കെന്താ വേണ്ടത്? മൂത്തവൻ പറഞ്ഞു, അപ്പാ ഈ 10 ഏക്കർ സ്ഥലവും ഈ കൊട്ടാരം മോനക്കുള്ള വീടും എനിക്ക് തരണം. മൂത്ത മകന് ആ 10 ഏക്കർ സ്ഥലവും കൊട്ടാരവും അപ്പം കൊടുക്കുക. രണ്ടാമത്തെ മോൻ പറഞ്ഞു, എനിക്ക് അപ്പൻ്റെ ഇന്ന സ്ഥലത്തുള്ള ഫ്ലാറ്റ് വേണം. ആ കോടികൾ വിലയുള്ള ആ ഫ്ലാറ്റ് ഇളയ മോന് കൊടുത്തു. മൂന്നാമത്തെ മകൾ വന്നപ്പോൾ, ഇളയ കുട്ടിയാണ്, മകളാണ്, വന്നപ്പോൾ അപ്പൻ്റെ കൈ ശൂന്യമായി മാറി. എല്ലാ സ്വത്തുക്കളും മക്കൾ കൊണ്ടുപോയി. ഇളയ മോളോട് ചോദിച്ചു, മോൾക്ക് എന്താ വേണ്ടത്? അപ്പോൾ ഇളയ മോൾ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അപ്പൻ്റെ സമ്പത്ത് വേണ്ട, അപ്പൻ്റെ പൈസ വേണ്ട, എനിക്കെൻ്റെ അപ്പനെ മാത്രം മതി, എനിക്കെൻ്റെ അപ്പനെയും അമ്മയെയും മാത്രം മതി. ഇത് കേട്ടപ്പോൾ കണ്ണുനീരോടെ അപ്പൻ അടുത്തിരുന്ന് അമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, കണ്ടില്ലേ, മൂത്ത മകൻ നമ്മുടെ സ്ഥലവും വീട് കൊണ്ടുപോയി, ഇളയ മകൻ ബെൻസ് കാറും ഫ്ലാറ്റ് കൊണ്ടുപോയി, എന്നാൽ ഇളയ മകൾ, ഇവൾക്കൊന്നും വേണ്ട, അവൾക്ക് എന്നെയും നിന്നെയും മാത്രം മതി. അപ്പോൾ അമ്മയോട് പറഞ്ഞു, നിനക്കും എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യം, നമുക്ക് ഇന്ന ബാങ്കിലുള്ള ഏറ്റവും അമൂല്യമായ കോടികളുടെ സമ്പത്ത് നമുക്ക് നമ്മുടെ ഇളയ മകൾക്ക് കൊടുക്കാം. കാരണം അവൾ നോക്കിയത് സമ്പത്തിനെയല്ല, അവൾ നോക്കിയത് എന്നെയും നിന്നെയുമാണ്. പ്രിയമുള്ളവരെ, ഇതാണ് സ്വർഗരാജ്യം. എനിക്കെൻ്റെ അപ്പനെ മാത്രം മതി എന്ന് പറയുമ്പോൾ സ്വർഗീയ സമ്മാനം കൊണ്ട്, സ്വർഗീയ സമ്പത്ത് കൊണ്ട്, മറ്റാർക്കും കൊടുക്കാത്ത അനുഗ്രഹം കൊണ്ട് നമ്മളെ സമ്പന്നമാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കണം, എനിക്കെൻ്റെ അപ്പനെ മതി, എനിക്കെൻ്റെ അപ്പൻ്റെ സ്നേഹം മതി, എനിക്കെൻ്റെ അപ്പൻ്റെ സംരക്ഷണം മതി, ഈശോ എനിക്ക് നിന്നെ മാത്രം മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് ആത്മാർത്ഥമാണെങ്കിൽ മറ്റാർക്കും കൊടുക്കാത്ത അനുഗ്രഹങ്ങളാൽ കർത്താവായ യേശു നിന്നെ നിറയ്ക്കും. നമുക്കൊരു പുതിയ പ്രാർത്ഥന ആരംഭിക്കാം. എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ അപ്പനെ മതി, എന്നെ അങ്ങയോടൊപ്പം ജീവിക്കാൻ എൻ്റെ ഭവനത്തിൽ അങ്ങുണ്ടാകണമേ, എൻ്റെ ജീവിതത്തിൽ അങ്ങുണ്ടാകണമേ, എനിക്ക് അത്ഭുതമല്ല വേണ്ടത്, എല്ലാം ചെയ്യുന്ന അങ്ങയാണ് വേണ്ടത്. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടാകണമേ. കർത്താവ്, എൻ്റെ കുഞ്ഞ് പറഞ്ഞു, പപ്പ കൂടെ ഉണ്ടല്ലോ. ആ വാക്കുകൾ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. എൻ്റെ ദൈവമേ, ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കൂടെ അങ്ങുണ്ടല്ലോ, അങ്ങ് മാത്രം ഉണ്ടായാൽ മതി. കർത്താവ്, എനിക്ക് വേണ്ട സമ്പത്തല്ല, അനുഗ്രഹങ്ങളല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് അങ്ങയാണ്. അതിനാൽ നിരന്തരം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ അങ്ങുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങില്ലാത്തൊരു ജീവിതം, അവിടുന്ന് കൂടെ ഇല്ലാത്തൊരു ജീവിതം അവിടുന്ന് എനിക്ക് അനുവദിക്കരുതേ കർത്താവേ. എപ്പോഴും അങ്ങയോട് ചുറ്റിപ്പറ്റി അങ്ങയെ കണ്ട് അങ്ങയുടെ കൂടെ ജീവിക്കാൻ, അമൂല്യ രത്നമായ അമൂല്യ നിധിയായ അങ്ങയെ സ്വന്തമാക്കി അവിടുത്തേതായി മാറാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ.